പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയാ, ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണ് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. എന്നിട്ട് കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്തോടെ എനിക്കും കൂടെ തന്നെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ താൻ ആരംഭിക്കുകയാണെന്ന വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയ താരം രേണു സുധി ഫോളോവേഴ്സിനെ അറിയിച്ചത്. പിന്നാലെ മികച്ച പ്രതികരണമാണ് തനിക്ക് ലഭിച്ചതെന്നും അവർ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ തന്നെ പരിഹസിച്ചും വിമർശിച്ചും വ്ളോഗ് ചെയ്യുന്ന ചിലർക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുധി. താൻ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന ഉള്ളടക്കം ചിലർ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക്കാക്കുകയാണെന്ന് രേണു സുധി ആരോപിക്കുന്നു. ഒപ്പം താൻ നിയമ നടപടിയിലേക്ക് കടക്കുകയാണെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. രേണു സുധിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിട്ടുള്ള വിവരം നിങ്ങൾക്കറിയാം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളുമൊക്കെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അവർ ചെയ്യുന്ന പോസ്റ്റുകളുടെയും റീലുകളുടെയും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്താൽ എങ്ങനെയിരിക്കും? വിവരമറിയും. ഇവർ എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയും ചെയ്താൽ നിയമപരമായി ഞാൻ മുന്നോട്ട് പോകും. ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിൽ രേണു സുധി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച ആദ്യ 5 ദിനങ്ങൾ കൊണ്ട് തനിക്ക് 1,00,000-ലധികം രൂപ ലഭിച്ചതായി രേണു സുധി അറിയിച്ചിരുന്നു. ഓൺലൈൻ ഉള്ളടക്കങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും നേരത്തെ ശ്രദ്ധേയയാണ് രേണു സുധി. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് രേണു സുധിക്ക് വഴി തുറന്നതും ഈ പ്രശസ്തി തന്നെ. ബിഗ് ബോസിൽ പങ്കെടുത്തതും രേണു സുധിക്ക് കരിയറിൽ നേട്ടമാണ് ഉണ്ടാക്കിയത്. വിദേശത്ത് ഉൾപ്പെട്ട ഉദ്ഘാടന പരിപാടികളൊക്കെ ഷോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം രേണുവിന് ലഭിച്ചിരുന്നു. ഉദ്ഘാടനങ്ങൾക്ക് പുറമെ റീലുകളും മ്യൂസിക് വീഡിയോകളും ടെലിവിഷൻ പരിപാടികളുമൊക്കെയായി തിരക്കിലാണ് രേണു സുധി. ഇതിന് പിന്നാലെയാണ് ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷനും ആരംഭിച്ചിരിക്കുന്നത്.